സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ ക്രോമിൻ്റെ കുറച്ച് യൂസ്ഫുൾ ആയ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്ന് തുടങ്ങാം. ആദ്യത്തെ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ വെബ് ബ്രൗസർ നമുക്കൊരു കാൽക്കുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 247 + 765 - 67 multiplied by 87 divided by 98. നമുക്ക് ഏതെങ്കിലും ഒരു റാൻഡം കണക്ക് ഇട്ട് നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ആൻസർ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കൊരു കാൽക്കുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ന്യൂസ് വായിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിലും നമുക്ക് വായിക്കാൻ തോന്നില്ലേ, കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് അത് കേൾക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമാൻഡ് കൊടുക്കുക. ഹേയ് ഗൂഗിൾ, റീഡ് ദിസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വായിക്കാൻ തുടങ്ങും. നമുക്ക് വോളിയം ഒന്ന് കൂട്ടി വയ്ക്കാം. മെനറാമ ഓൺലൈൻ പ്രസാധകനിൽ നിന്ന് ഡിവില്ലിയേഴ്സ് മോഡലിൽ ഉജ്ജ്വല സിക്സർ ബേബിയെ BIPL അടക്കി വാഴുമെന്ന ആരാധകർ. രചയിതാവ് മനോരമ ലേഖകൻ. മുംബൈ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ഇതിഹാസം AB ഡിവില്ലിയേഴ്സ് IPL ഉൾപ്പെടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെ രാജ്യാന്തര തട്ടകം. അപ്പോൾ ഇതുമാതിരി നമുക്ക് കേൾക്കാൻ പറ്റും. ന്യൂസ് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെറും ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് വേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റീഡ് ദിസ് പറഞ്ഞ ഒരു കമാൻഡ് കൊടുക്കുക. അപ്പോൾ ബ്രൗസറിൽ എന്താ ആർട്ടിക്കിൾ ഉള്ളത്, ന്യൂസ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിൽ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും, ഏത് ലാംഗ്വേജിലാണെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏത് ഭാഷ ആയിക്കോട്ടെ നമുക്കത് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ നമുക്കിത് മലയാളത്തിലാണ് വായിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, ആ 3 ഡോട്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞ ഓപ്ഷനത്തിൽ നമുക്ക് ഇവിടെ ചൈനീസാണുള്ളത്, ഇവിടെ നിന്ന് നമുക്ക് മാറ്റാം. മോർ ലാംഗ്വേജസ് പോവുക, അതിൽ നമുക്ക് പോയിട്ട് മലയാളം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. അതേമാതിരി നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഇപ്പോൾ ഹിന്ദിയിലാണ് വായിക്കണമെങ്കിൽ നമുക്ക് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, മോർ ലാംഗ്വേജസിൽ പോവുക. അതേമാതിരി നമ്മൾ ഹിന്ദി ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹിന്ദി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഹിന്ദിയിലായി വരും. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെബ്സൈറ്റ്, ഫോർ എക്സാമ്പിൾ ടൈംസ് ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുകയാണ് ന്യൂസ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ബാറിൽ ടൈംസ് ഓഫ് ഇന്ത്യ അടിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് റിസൾട്ട്സിൽ വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ ന്യൂസ് മൊത്തം വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ മെയിൻ പേജാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റിൽ ഏതാണ് വേണ്ടതെന്ന് എന്നിട്ട് ആഡ് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഒന്ന് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ആയി വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് വായിക്കണം, സിംപ്ലി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ വെബ്സൈറ്റ് ലോഡ് ആവും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റ ഭയങ്കരമായിട്ട് കുറവാണ്. നമ്മൾ ക്രോമിൽ കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ അധികം ഇൻ്റർനെറ്റ് ചിലവാക്കാതെ നമുക്ക് എങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസിൻ്റെ താഴെ നമുക്ക് ലൈറ്റ് മോഡ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, കണ്ടില്ലേ? ഈ ലൈറ്റ് മോഡ് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മളൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ ഡാറ്റ സേവ് ആവുന്നതാണ്, അധികം ഇൻ്റർനെറ്റും ചിലവാവില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നന്നായി. അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ ക്രോമിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.